കർണാടക ഹാസനിൽ ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയിലേക്ക് ട്രക്ക് പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ 8 പേർ മരിച്ചു, 20 പേർക്ക് പരിക്കേറ്റു. ട്രക്ക് ഡ്രൈവറെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ ചേരുന്നത്. മുഹമ്മദ് റഹീസ്, ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ രാത്രി 8:30 ഈ ദാരുണ അപകടം ഉണ്ടാകുന്നത്. ഹാസൻ ജില്ലയിലെ മൊസലെ ഹൊസനഹള്ളി എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ ഗണേശ വിഗ്രഹ ഘോഷയാത്ര, അതിൻ്റെ ഈ നിമഞ്ജന ഘോഷയാത്രയുടെ അവസാന ദിവസമായിരുന്നു ഇന്നലെ. അങ്ങനെ അത്തരത്തിൽ റോഡിന് ഒരു വശത്തായി ഈ ഘോഷയാത്രയ്ക്ക് കടന്നു പോകാനുള്ള വഴിയും മറുവശത്ത് വാഹനങ്ങൾ കടന്നു പോകാനുള്ള വഴിയുമാണ് ഒരുക്കിയിരുന്നത്. അങ്ങനെ 2 ലൈനിലായിട്ടാണ് ഈ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഘോഷയാത്രയ്ക്കിടയിലേക്ക് ഒരു ട്രക്ക് പാഞ്ഞു കയറുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന 28 പേർക്ക് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 20 പേരുടെ പരിക്ക് ഗുരുതരമാണ്. മാത്രമല്ല 8 പേർ മരിക്കുകയും ചെയ്തു. ഈ മരിച്ചവരുടെ പേര് വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ പ്രദേശത്തുള്ള ചെറുപ്പക്കാരാണ് മരിച്ചവരിലധികം എന്നാണ് പറയുന്നത്. ഇതൊരു ഘോഷയാത്രയുടെ ഭാഗമായി കൊട്ടും പാട്ടുമൊക്കെ ആയിട്ട് ആഘോഷമായിട്ടാണ് ഈ നിമഞ്ജന ഘോഷയാത്ര പല സ്ഥലങ്ങളിലും നടക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഘോഷയാത്രയ്ക്കിടയിലേക്ക് ആണ് ഈ ട്രക്ക് പാഞ്ഞു കയറുന്നത്. എന്തായാലും ഡ്രൈവർ ഭുവനേഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ബൈക്ക് എതിർദിശയിൽ പാഞ്ഞു വന്നു. ആദ്യം ആ വാഹനം ഇടിച്ചു. അങ്ങനെ നിയന്ത്രണം വിട്ട് ഇയാൾ കൂടുതൽ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ട്രക്ക് വളച്ചതാണ്. അങ്ങനെ ഈ ഒരു ഘോഷയാത്രയ്ക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു എന്നാണ് ഇയാൾ നിലവിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇയാൾ മദ്യപിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. സംഭവത്തിൽ കർശനമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് JDS രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ ഈ മുഖ്യമന്ത്രി സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. 8 പേരാണ് മരിച്ചിരിക്കുന്നത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.